WTC ഫൈനലിന്റെ ഡേ 3 ഇന്നലെ അവസാനിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്ക ഓൾമോസ്റ്റ് വിജയത്തിനടുത്തേക്ക് എത്തുകയാണ് ഇന്നലെ ചെയ്തത്. അതുകൊണ്ട് ഡേ 3യുടെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 144-8 എന്ന നിലയിൽ ഓസ്ട്രേലിയ ഇന്നലെ ബാറ്റിംഗ് പുനരാരംഭിച്ചപ്പോൾ നേതൻ ലൈൻ താമസിയാതെ 2 റൺസ് നേടി പുറത്തായിരുന്നു. എന്നാൽ അവസാന വിക്കറ്റിൽ 59 റൺസ് കൂട്ടിച്ചേർത്ത് ഹേസൽവുഡ് സ്റ്റാർക്ക് ജോഡി 207ലേക്ക് ഓസ്ട്രേലിയയുടെ സ്കോർ എത്തിച്ചു. ഓസ്ട്രേലിയയുടെ ടൈലൻഡേഴ്സ് മാത്രം 134 റൺസായിരുന്നു കൂട്ടിച്ചേർത്തത്. ഇതോടെ സൗത്ത് ആഫ്രിക്കയുടെ ടാർഗറ്റ് 276 ആയി മാറി. പക്ഷേ ആദ്യ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് സൺലൈറ്റ് ഇന്നലെ കൂടുതലായി ഉണ്ടായിരുന്നപ്പോൾ ഓൾഡ് ബോൾ ബാറ്റിലേക്ക് നന്നായി വരുന്നുണ്ടായിരുന്നു. കഗ്യൂസ റബാദ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ സെയിം കാര്യം പറഞ്ഞിരുന്നു. സോ ഓസ്ട്രേലിയയുടെ ന്യൂ ബോൾ ത്രെട്ട് ഒഴിവാക്കി ഒരു പാർട്ണർഷിപ്പ് വന്നാൽ ഈ ടാർഗറ്റ് ചേസ് ചെയ്യാൻ പറ്റും എന്നായിരുന്നു റബാദ പറഞ്ഞത്. ആദ്യ 2 ദിവസങ്ങളിൽ 28 വിക്കറ്റ് വീണപ്പോൾ 3-ാം ദിവസം മാത്രം 4 വിക്കറ്റാണ് ഈ പിച്ചിൽ വന്നത്. സോ ഡേ 3 റബാദ പറഞ്ഞതുപോലെ തന്നെ ബാറ്റിംഗിന് അനുകൂലമായി മാറുകയാണ് ഉണ്ടായത്. മറുപടി ബാറ്റിംഗിൽ റിക്കൾട്ടൺ തുടക്കത്തിലേ പോയപ്പോൾ 2ാം വിക്കറ്റിൽ 61 റൺസിന്റെ പാർട്ണർഷിപ്പ് കൂട്ടിച്ചേർത്ത് മാർക്രം മുൾഡർ സഖ്യം ചേസിന് നല്ല അടിത്തറ പാകി. 3ാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ബൗമയുമായി പിരിയാത്ത 143 റൺസിന്റെ കൂട്ടുകെട്ട് വന്നതോടെ മത്സരം സൗത്ത് ആഫ്രിക്ക കൈപ്പിടിയിൽ ഒതുക്കി. മാർക്രം 159 പന്തിൽ സെഞ്ചുറി നേടി പുറത്താകാതെ നിൽക്കുകയാണ്. 1995-ന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ICC ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു താരം സെഞ്ചുറി നേടുന്നത്. ബൗമയ്ക്ക് ഹാംസ്ട്രിംഗ് ഇഞ്ചുറി പറ്റിയിട്ടും അടിച്ച് വിക്കറ്റ് കളയാൻ നോക്കാതെ ആ കാലം വെച്ച് മാർക്രത്തിന് സിംഗിൾ ഇട്ട് സപ്പോർട്ട് കൊടുത്ത എഫേർട്ട് തീർച്ചയായും കയ്യടി അർഹിക്കുന്നതാണ്. ഇന്ന് 69 റൺസ് മാത്രം നേടേണ്ട ആവശ്യമേ സൗത്ത് ആഫ്രിക്കയ്ക്കുള്ളൂ. ഇന്നലെ കളിച്ചതുപോലെ തന്നെ സെൻസിബിളായി കളിച്ചാൽ കപ്പ് അവർക്ക് ഇന്ന് സ്വന്തമാക്കാൻ പറ്റും. ന്യൂ ബോൾ എടുക്കാൻ 24 ഓവർ കൂടി ഇനിയുമുണ്ട്. സോ അതിനുള്ളിൽ കളി ഈസിയായി തീർക്കാനും പറ്റും. സോ ഒരു ഡ്രമാറ്റിക് ആയ കൊളാപ്സ് ഒന്നും വന്നില്ല എങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇന്ന് കിരീടം നേടാൻ പറ്റും.